ഇനി അടുത്തത് എന്ത് പറയുന്നത്, സൈക്കോളജിയിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ അനലറ്റിക്കൽ തിയറിയാണ്. സൈക്കോസെഷ്യൽ അനലറ്റിക്കൽ തിയറി അല്ലെങ്കിൽ സൈക്കോസെഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. സൈക്കോളജീനെ, അതായത് മനഃശാസ്ത്രത്തെ പുള്ളി ഒരു സെക്ഷുവൽ ക്യാരക്ടറുമായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതായത് ഇത് തമ്മിലാണ് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെഷ്യൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യം ഇൻഫൻസിയാണ്. ഇൻഫൻസിയിൽ ഓറൽ സ്റ്റേജ് എന്ന് പറയും. അതായത് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബർത്ത് ചെയ്ത് തൊട്ട് 1 വർഷം വരെയുള്ള ഏജിനാണ്. അപ്പം എന്താ ഇതിൻ്റെ പ്രത്യേകത? അതായത് ഈ പുള്ളിയുടെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാം ഒരു സെക്ഷുവൽ പ്ലഷറായിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു സെക്ഷുവൽ പ്ലഷറിലാണ് കാണുന്നത്. അപ്പം സെക്ഷുവൽ പ്ലഷറിൽ ഒരു വ്യക്തിക്ക് എന്ത് ഗ്രാറ്റിഫിക്കേഷനാണോ കിട്ടുന്നത്, അതേ ഗ്രാറ്റിഫിക്കേഷനാണ് ഇതിലെ ഓരോ സ്റ്റേജിൻ്റെ ഡെവലപ്മെൻറ്റിലും ആ കൊച്ചിന് കിട്ടുന്നത്. പിടികിട്ടിയോ? വലിയ ആളുകളുടെ കാഴ്ചപ്പാടിൽ നിന്ന് സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷനിൽ എന്ത് കിട്ടുന്നോ അത് തന്നെയാണ് ഒരു കുഞ്ഞിന് വേറൊരു രീതിയിൽ അതിൻ്റെ ജന്മം തൊട്ട് കിട്ടുന്നത്. അതായത് ഇൻഫൻസിയിൽ എന്താ കിട്ടുന്നത്? ഓറൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അതായത് ബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ എന്താണ് അതിൻ്റെ പ്രത്യേകത? എല്ലാ ഗ്രാറ്റിഫിക്കേഷനും കൊച്ചിന് ഓറൽ റൂട്ടിലൂടെയാണ് കിട്ടുന്നത്. അതായത് കൊച്ചിന് സന്തോഷം വരുമ്പം കൊച്ചു ചിരിക്കും, കൊച്ചിന് വേദന വരുമ്പം കൊച്ചു കരയും. അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓറൽ റൂട്ടാണ്. കൊച്ചിന് അമ്മയുടെ പാല് കുടിക്കുമ്പം എന്താ കിട്ടുന്നത്? കൊച്ചിന് ഭയങ്കര സംതൃപ്തി. അപ്പം കൊച്ചിന് വിശപ്പ് വരുമ്പം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കൊച്ചു കരയുമ്പം കൊച്ചിൻ്റെ എല്ലാ സാറ്റിസ്ഫാക്ഷനും ഓറൽ റൂട്ടിലൂടെയാണ് കൊച്ചു ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഓറൽ റൂട്ടിലൂടെ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെറ്റേണൽ പാറ്റേൺ, മദറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം മദറിൻ്റെ ബ്രസ്റ്റ് ഫീഡ് ലൂടെ കൊച്ചിൻ്റെ വിശപ്പ് പൂർത്തീകരിക്കുമ്പം ആ അമ്മയുമായിട്ട് കുഞ്ഞ് ഒരു വല്ലാത്ത ബന്ധം ഉണ്ടാവുക. കാരണം കൊച്ചിൻ്റെ ഭാഷയാണ്, കൊച്ചിൻ്റെ ലൈഫാണ്, കൊച്ചിൻ്റെ ലാംഗ്വേജാണ് കൊച്ചിൻ്റെ ഓറൽ റൂട്ടിലൂടെയുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് കൊച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പം കൊച്ച് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, കൊച്ച് ഓക്കെയാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കൊച്ചിന് അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പം കൊച്ചിന് ഈ ഓറൽ റൂട്ടിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതായത് കൊച്ച് നെയിൽ ബൈറ്റിങ് ചെയ്യും, അല്ലെങ്കിൽ കൊച്ച് ഓവർ ഈറ്റിംഗ് ആണ്. കാരണം കൊച്ചിൻ്റെ ഓറൽ റൂട്ടിലൂടെയുള്ള ഗ്രാറ്റിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല. അപ്പം ഓവർ ഈറ്റിംഗ് ചെയ്യും, വളരെ ടോക്കറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുഡിനോട് ഭയങ്കരമായിട്ട് കർവിങ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഓറൽ റൂട്ടിലൂടെയുള്ള സാറ്റിസ്ഫാക്ഷൻ്റെ കുറവ് കൊച്ചിൻ്റെ ലൈഫ് ലോങ് വേറൊരു രീതിയിൽ പ്രതികരിക്കും. അതായത് ഓറൽ റൂട്ടിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അമിതമായ വേറെ രീതിയിലൂടെ കൊച്ച് സാറ്റിസ്ഫൈ ചെയ്യുക. അത് ടോക്കറ്റീവായിട്ടായിരിക്കും, ചിലപ്പോൾ ഓവർ ഈറ്റിങ്ങിലൂടെ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കൊച്ചിന് 1 തൊട്ട് 3 വയസ്സ് വരെയുള്ള സമയത്താണ് ഈ ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റേജിൽ കൊച്ച് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? കൊച്ചിന് എന്ത് സാറ്റിസ്ഫാക്ഷനാണോ ഓറൽ റൂട്ടിലൂടെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് കഴിക്കുമ്പം ഉണ്ടാകുന്നത്, അതേ സാറ്റിസ്ഫാക്ഷൻ കൊച്ചിന് ടോയ്ലറ്റ് ട്രെയിനിങ്ങിലൂടെ ലഭിക്കുക. അതായത് കൊച്ച് മോഷൻ ഒരു കറക്റ്റായ പാറ്റേണിലൂടെ കൊണ്ടുവന്ന് കൊച്ച് ടോയ്ലറ്റിൽ പോയി തന്നെ ഇരുന്ന് കൊച്ചിൻ്റെ പ്രഷർ ഉപയോഗിച്ച് തന്നെ ആ ടോയ്ലറ്റ് പാറ്റേൺ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് കൊച്ചിന് വല്ലാത്തൊരു അച്ചീവ്മെൻറ്റ് ഫീലിംഗ് ഉണ്ടാവുക, കൊച്ചിന് ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക.
അതായത് സെക്ഷുവൽ ഫീലിംഗ് എന്താണോ അതേ ഫീലിംഗ് കൊച്ചിനെ ഈ ഓറൽ ട്രെയിനിങ്ങിലൂടെ സ്വന്തം ശക്തിയിൽ സ്വന്തം കഴിവിലൂടെ ഇത് കൺട്രോൾ ചെയ്ത് വിടാൻ ശ്രമിക്കുന്നതിലൂടെ കൊച്ചിന് ലഭിക്കുക. അപ്പം ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ പടിയാണ്. പിന്നെ പാലറ്റിക് സ്റ്റേജ്, അതായത് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള ഏജ്. ഈ സമയത്തുണ്ടാകുന്നത് ഓപ്പോസിറ്റ് സെക്സിനോട് ഓപ്പോസിറ്റ് സെക്സിലുള്ള പേരൻസിനോട് കൊച്ചിന് ഭയങ്കരമായ അറ്റാച്ച്ഡ് ആവുക. അതായത് ഈഡിപ്പാസ് അല്ലെങ്കിൽ ഇലക്ട്രൽ കോംപ്ലക്സ് എന്ന് പറയും. ഈഡിപ്പാസ് ആണെങ്കിൽ ബോയ്ക്ക് അമ്മയോട് സ്നേഹവും അപ്പനെ എനിമിയായിട്ട് കാണുക, അപ്പനോട് റൈവലറി ഉണ്ടാവുക. ഇനി പെൺകുട്ടിക്കാണെങ്കിലോ അപ്പനോട് സ്നേഹവും അമ്മയോട് റൈവലറി ഉണ്ടാവുക. അതിന് ഇലക്ട്രിക് സ്റ്റേജ് എന്ന് പറയും. അതായത് സെയിം സെക്സിനോട് റൈവലറിയും ഓപ്പോസിറ്റ് സെക്സിനോട് ലവും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് വലിയ ഭയാനകമായ സ്റ്റേജൊന്നുമല്ല. കൊച്ചിന് അവർ സപ്പോർട്ട് തന്നാലേ കൊച്ചിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം പെൺകുട്ടിയാണോ അപ്പം വന്ന് അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കത്തില്ല, അപ്പം പറഞ്ഞാൽ അത് കേൾക്കും. കാരണം അപ്പനെ ബഹുമാനിക്കും, അപ്പനോട് സ്നേഹമുണ്ട്. ഇനി ആൺകുട്ടിയാണോ അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല, എതിർക്കാൻ വരും. അമ്മ പറഞ്ഞാലോ അത് കേൾക്കും. അപ്പം അതാണ് ആ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത. അത് ഒരു നോർമൽ സ്റ്റേജാണ്, കൊച്ചിൻ്റെ മെൻ്റൽ വളർച്ചയുടെ ഏറ്റവും പ്രോഗ്രസീവായ സ്റ്റേജുകളിലൊന്നാണ്. കാരണം കൊച്ചിന് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാൾ പേരൻസ് കാര്യം പറയുമ്പോൾ കൊച്ചിന് അതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അതിന് എന്നെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷനെ ശരിക്കും എഡ്മണ്ട് ഫ്രോയിഡ് ഉപമിച്ചേക്കുന്ന സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനിലൂടെ എന്ത് ലഭിക്കുന്നോ അതേ ആനന്ദം കൊച്ചിന് വേറൊരു രീതി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഈ പുള്ളിയുടെ തിയറിക്ക് സൈക്കോസെക്ഷൽ തിയറി എന്ന് പറയാൻ തന്നെ കാരണം. പിന്നെ ഈ സ്റ്റേജിലാണ് കൊച്ച് ലൈംഗിക അവയവങ്ങളിലൊക്കെ ടച്ച് ചെയ്യുമോ, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇതെല്ലാം പ്ലഷറിന് കാരണമാകുന്ന എന്തോ ഒരു ഘടകം ഇതിലുണ്ടെന്നുള്ള അറിവിൽ നിന്നാണ് കൊച്ച് അങ്ങനെ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് ആ സ്റ്റേജ് കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നൊരു സ്റ്റേജാണ്. നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ ചില തിരുത്തലുകളൊക്കെ കൊടുത്ത് കൊച്ചിൻ്റെ ശ്രദ്ധ മാറ്റി വിടുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് അവിടെ നടക്കേണ്ടത്. നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് എംഫസൈസ് ചെയ്യാനും പാടില്ല, അതിന് വലിയ കറക്ഷൻ കൊടുക്കാനും പാടില്ല. കാരണം അത് ആ സ്റ്റേജിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണ്. അതിന് അനുരൂപമായ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരുന്നാൽ മതി. അതായത് മോശമായ വീഡിയോകൾ കാണാൻ, മോശമായ കാര്യങ്ങളിലേക്ക് കൊച്ചിന് കടന്നു പോകാനുള്ള വഴിയോ ഒന്നും ഉണ്ടാകാതെ അതിനെ ബ്ലോക്ക് ചെയ്ത് സ്പെഷ്യൽ അല്ലെങ്കിൽ കീൻ അറ്റൻഷൻ കൊടുത്ത് ആ സ്റ്റേജിനെ കൺട്രോൾ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇവിടെ നടത്തുന്നത് ആകെയുള്ള ഒരു മെത്തേഡ്. കാരണം അത് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇത് ഡിസപ്പിയർ ആയി പോണതാണ്. പിന്നെ അടുത്തതാണ് ലാറ്റൻ്റ് സ്റ്റേജ്. ലാറ്റൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 ഇയർ ഓഫ് ഏജ് തൊട്ട് പ്യൂബർട്ടി വരെയാണ്. അപ്പം കൊച്ചിന് പ്യൂബർട്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ കൊച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് സ്കൂൾ തിങ്കിങ്ങാണ്. അതായത് 6-ാം വയസ്സിൽ വരെ കൊച്ചിന് ചെറിയൊരു സെക്ഷൽ ഇൻറ്റിമസി പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കൊച്ച് ലേറ്റൻ്റ് സ്റ്റേജ്, അതായത് 6 വയസ്സ് കഴിയുന്നതോടുകൂടി കൊച്ചിൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുക. പ്യൂബർട്ടി വരെ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകാനെ? കൊച്ചിന് താല്പര്യം എവിടെയാണ്? സ്കൂളാണ്. ഇതുവരെ അപ്പനോടും റൈവലറി, അമ്മയോട് സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കൊച്ച് സെക്ഷുവലായ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞ് ഈ ലേറ്റൻ്റ് സ്റ്റേജിൽ വരുമ്പം, അതായത് 6 തൊട്ട് 10 വയസ്സ് വരെ ആകുമ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവുക. പേരൻസ് വേണോ? വേണ്ട. സെക്ഷുവലായ ഇൻറ്റിമസികൾ വേണോ? കൊച്ചിന് വേണ്ട. കൊച്ചെന്താ ചെയ്യുന്നത്? കൂട്ടുകാർ, അക്കാഡമി, സ്കൂള്,
ടീച്ചർ, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൊച്ച് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവുക. കൊച്ചിനോട് എപ്പോൾ ചോദിച്ചാലും സ്കൂളിൽ പോകണത് ഭയങ്കര സന്തോഷമാണ്, സ്കൂൾ നല്ലൊരു അനുഭവമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പറ്റത്ത്. അങ്ങനെ ചെയ്യണം. കാരണം അവർ നല്ല കൊടുക്കുന്ന സന്തോഷങ്ങൾ, ന്യൂ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നു. സ്കൂൾ തിങ്കിങ് ആണ് എപ്പോഴും കൊച്ചിൻ്റെ വരുന്നത്. സെക്ഷുവൽ തിങ്കിങ് നോട്ട് ഡോർമെൻ്റ്, അത് മാറിപ്പോകുന്നു. പേരൻ്റ് അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വരുന്നു. കോൺസെൻട്രേറ്റ് ഓൺ സ്കൂൾ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓരോരോ കഴിവും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. പ്ലേ കൂട്ടുകൂടി കളിക്കാൻ തുടങ്ങുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ പങ്കുചേരുന്നു. ഇങ്ങനെ എല്ലാ ഡെവലപ്മെൻറ്റുകളും വരുന്ന ഒരു സംഭവമാണ് 6 തൊട്ട് 10 വരെയുള്ള ഏജ് എന്ന് പറയുന്നത്. ഈ 6 തൊട്ട് 10 വരെയുള്ള ഏജിൽ കൊച്ച് ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റി എല്ലാം, എന്തൊക്കെ സ്കില്ലുണ്ടോ അത് ഭയങ്കര ഈ ഇൻറ്റൻസീവ് പ്രഷറോടുകൂടി അവൻ്റെ ഭാവി മുഴുവൻ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ചെസ്സ് കളിക്കുന്ന കൊച്ചാണോ ചെസ്സിൻ്റെ അഗ്രഗണ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ത് പ്ലേയിലേക്കാണോ ഇൻവോൾവ് ആവുന്നത് അതതിൻ്റെ അഗ്രഗണ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന കൊച്ചാണോ ഭയങ്കരമായിട്ട് കളിച്ച് മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അതായത് എല്ലാ സ്കില്ലിൻ്റെയും മാറ്റൊരിക്കൽ നടക്കുന്ന ഒരു കാലഘട്ടമാണത്. അന്ന് അവൻ്റെ എല്ലാ പ്രഷറുകളും, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മാറി ഗ്രാറ്റിഫിക്കേഷൻ, അതായത് കൊച്ചിന് സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടുന്നത് അക്കാഡമിക്കൽ പെർഫോമൻസിലൂടെയാണ്. അപ്പം അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി അതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് വിടുക എന്ന് പറയുന്നതാണ് 6 to പ്യൂബർട്ടി വരെ. അപ്പം 6 to പ്യൂബർട്ടിയാണ് അക്കാഡമിക്കൽ പെർഫോമൻസിൻ്റെ ടൈം എന്ന് പറയുന്ന യഥാർത്ഥ ടൈം. ഇവിടെയാണ് കൊച്ചു പഠിക്കേണ്ടതും വളരേണ്ടതും കയറേണ്ടതും. അതിന് പ്രോത്സാഹനം വേണം, അതിനുള്ള സാഹചര്യം വേണം. പിന്നെ അടുത്തത് ജനൈറ്റൽ സ്റ്റേജ് എന്ന് പറയും. ഇവിടെ കാര്യങ്ങൾ വീണ്ടും തിരിയുക എന്ന് പറയുന്നാൽ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാകാൻ തുടങ്ങുക. മെയിലിന് ഫീമെയിൽസിനോടും ഫീമെയിൽസിന് മെയിൽസിനോടും അട്രാക്ഷൻ ആകാൻ തുടങ്ങുക. അപ്പം അത് അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. റിയൽ സെക്സിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുവരുവാണ്. ഈ സെക്സിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർ ലൈഫിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അഡൾട്ട്ഹുഡിലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷണമാണ്. അതൊരു നോർമലാണ്. ആ സമയത്ത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതാണ്. അതിനെ മച്ചുറും ഗൈഡഡുമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ ചെയ്യേണ്ട ഇൻ്റർവെൻഷൻ. ഓക്കെ, താങ്ക് യു.